വെൽക്കം ടു ഇവാസ് ബ്യൂട്ടി ആൻഡ് വെൽനസ്. ഇന്ന് നമ്മളൊരു ക്യാപ്സിക്കം റൈസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ പൊന്നിയരി വേവിച്ച് വെച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് ബസുമതി റൈസുമായിട്ടും ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് ക്യാപ്സിക്കമാണ് മെയിനായിട്ട് വേണ്ടുന്നത്. അതൊരു കമ്പിയിൽ നമ്മൾ കുത്തിയിട്ട് ഞാനിത് ചുട്ടെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കനലി വെച്ച് ചുട്ടെടുക്കാം. ഞാനിവിടെ ഗ്യാസിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. അത് നന്നായിട്ട് റൗണ്ടിൽ ഇങ്ങനെ കറക്കി നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ചുട്ടെടുക്കണം. അപ്പം നന്നായിട്ട് നമ്മൾ ചുട്ടെടുത്ത് ഇനി ഇതിൻ്റെ പുറത്തെ ആ കരിഞ്ഞതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ റൈസ്. ഇനി നമുക്ക് അതിനകത്തെ ആ അരി എടുത്ത് കളയണം. അതിന് വേണ്ടിയിട്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ആ സീഡെല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. അതെല്ലാം നമ്മൾ നന്നായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം അതിങ്ങനെ കുറച്ചായിട്ട് കീറി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. പിന്നെ 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഒനിയൻ കട്ട് ചെയ്തത് നമ്മൾ ഇട്ട് കൊടുക്കണം. അതൊന്ന് നമ്മൾ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഒരുപാടങ്ങ് മൂക്കണ്ട, നമ്മൾ അതിലേക്ക് ബീൻസ് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാൻ നല്ലതാണ്. നമ്മൾ എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മിക്സിൻ്റെ വെള്ളത്തിൽ കിടന്ന ആ ബീൻസ് നന്നായിട്ട് വേകുന്നതായിരുന്നു. ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ആ ബീൻസ് ഈ വെള്ളത്തിൽ കിടന്നൊന്ന് വെന്ത് വരും. ഇപ്പം നമ്മുടെ ബീൻസൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ആ വെള്ളം നന്നായിട്ട് വറ്റണം. പിന്നെ നമ്മൾ ഇച്ചിരി ഉപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഞാൻ ചോറിനകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഈ പേസ്റ്റ്. ഇനി ഞാൻ ഇച്ചിരി പെപ്പർ പൗഡറാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് എരിവനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി. ഇനി ഇച്ചിരി ഗരം മസാല ഇതിലേക്ക് ആഡ് ചെയ്യണം. നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചിട്ട് നമ്മൾ ആ വെന്ത് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാനിതിലേക്ക് ലാസ്റ്റ് ഈ ക്യാപ്സിക്കം ഇച്ചിരി സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് നെയ്ക്കകത്ത് മൂപ്പിച്ച് ഇതിനകത്തേക്ക് സ്പെഷ്യലായിട്ട് ഇടുന്നുണ്ട്. അത് നല്ല സൂപ്പർ ടേസ്റ്റാണ് അത് കടിക്കാൻ കിട്ടുമ്പം. എന്നിട്ട് ഇച്ചിരി മല്ലിയിലയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ക്യാപ്സിക്കം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻറ്റ് അറിയിക്കണം, ഷെയർ ചെയ്യണം.